അപ്പോൾ മറ്റൊരു വാർത്താ ദിനം അത് പൂർത്തിയാകാൻ പോകുമ്പോൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിന്റെ വിശദാംശങ്ങൾ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം എന്നും പറയുന്ന പോലെ നമ്മുടെ പാട്ടുണ്ട്, ഒപ്പം ഒരുപാട് കഥകൾ പറയാനുണ്ട്, നിങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കാനുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രസൻ ആൻഡ് പ്രവിത, വെൽക്കം. നല്ലൊരു ദിവസം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രേക്ഷകരോട് സംവദിക്കാൻ കൂടി തയ്യാറാണ്. അപ്പോൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ QR കോഡ് ശ്രദ്ധിക്കുക. ഈ QR കോഡ് നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. അപ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ 24 Zoom ID-യിലേക്കാകും പോവുക. അപ്പോൾ ഇപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. 24-ന്റെ പേജിൽ അവിടെ ഈ കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10:30 മുതൽ 11:30 സമയത്ത് 1 മണിക്കൂർ നേരം ആ കോഡ് അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിന് താഴെ, ആ പോസ്റ്റിന് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളുടെ പാട്ട് സജഷൻസ് ഒക്കെ അവിടെ പറയാം. അത് നമ്മൾ കാണുന്നതാണ്, പിന്നീട് വായിക്കുന്നതുമാണ്. ഈ യൂട്യൂബിൽ കമന്റ് ചെയ്യുമ്പോൾ പിന്നീട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കമന്റ് കാണാൻ പറ്റില്ല. പക്ഷേ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് കമന്റുകൾ രേഖപ്പെടുത്താം. അത് എന്തായാലും നമ്മൾ വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വിളിക്കുക, പെട്ടെന്ന് തന്നെ വീഡിയോ കോളിലൂടെ നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ നമ്മുടെ ഈ പരിപാടി തുടങ്ങാം. പറഞ്ഞു വരുന്നത് ADGP RSS കൂടിക്കാഴ്ച വിവാദവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കൂടിക്കാഴ്ചയിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ CPI ദേശീയ നേതൃത്വം. CPI സംസ്ഥാന ഘടകത്തോട് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടിക്കാഴ്ച ഗൗരവമുള്ള വിഷയമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24-നോട് പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമുണ്ടോ എന്നതടക്കം വ്യക്തമാക്കണമെന്നും സർക്കാരിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുവെന്നും D രാജ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഘട്ടത്തിലാണ് CPI കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. എന്തടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ജനറൽ സെക്രട്ടറി D രാജ. It is a serious matter. It is in public domain everywhere, not only in Kerala, across the country, how such a meeting could take place. വിഷയത്തിന്റെ പ്രത്യാഘാതങ്ങളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാത്തിരിക്കുന്നുവെന്നും രാജ. Let us wait and see how the government is going to react and what is going to be the outcome of any investigation, what is going to be the consequences. We will study the matter. തൃശൂരിലെ പരാജയത്തിന് ഈ കൂടിക്കാഴ്ച കാരണമായോ എന്നതടക്കം പരിശോധിക്കുമെന്നും D രാജ വ്യക്തമാക്കി. ADGP RSS കൂടിക്കാഴ്ചയെ ഏറെ ഗൗരവത്തോടെയാണ് CPI കേന്ദ്ര നേതൃത്വം കാണുന്നത്. സർക്കാരിന്റെ പ്രതികരണത്തിനായി കാക്കുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി മൗനം വെടിയണം എന്ന് തന്നെയാണ് CPI കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. യെസ്, അപ്പോൾ നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങളിൽ CPI ദേശീയ നേതൃത്വമല്ല, സംസ്ഥാന ഘടകത്തിലെ ചില ആൾക്കാർ കൂടി, ചില വിഭാഗങ്ങൾ കൂടി അത്തരം പരാതികൾ, ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട്. പൂരം വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവരണമെന്ന് CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം അഭിപ്രായപ്പെട്ടു. പൂരം അലങ്കോലപ്പെടുത്തിയതിലെ ഗൂഢാലോചന പുറത്തുവരണം. ADGP RSS കൂടിക്കാഴ്ചയിലെ വസ്തുതകൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തൃശൂരിൽ LDF ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടമെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഇന്നലെ MP ഗോവിന്ദൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയതുമാണ്. ഇന്നിപ്പോൾ മറ്റു ചില നേതാക്കൾക്ക് കൂടി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയെ പിന്തുണച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഇന്ന് രംഗത്ത് വന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് RSS എന്നും കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ട എന്നുമാണ് സ്പീക്കർ AN ഷംസീർ എന്ന് പറഞ്ഞത്. RSSനെ കുറിച്ചുള്ള സ്പീക്കറുടെ പരാമർശം മന്ത്രി MP രാജേഷ് തള്ളി. ADGP RSS കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ പേരുകൾ പുറത്തുവന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ
കൃത്യമായ നിലപാട് വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കൂടിക്കാഴ്ചയെ പൂർണ്ണമായും പിന്തുണച്ചെത്തുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാക്കളെ ADGP കണ്ടതിനെ ഗൗരവമായി എടുക്കേണ്ടെന്നും കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും സ്പീക്കർ. അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. പരാമർശം വിവാദമായതോടെ RSS നിരോധനം നേരിട്ടിട്ടുള്ള സംഘടനയാണെന്ന മന്ത്രി MB രാജേഷിന്റെ ഓർമ്മപ്പെടുത്തൽ. RSSനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ്. കൂടിക്കാഴ്ചയെ തുറന്നെതിർത്താൽ MR അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യം സർക്കാരിന് നേരിടേണ്ടി വരും. ന്യായീകരിച്ചാൽ RSSനോടുള്ള CPIM നിലപാട് ചോദ്യം ചെയ്യപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ADGP ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചു പോയ ഒരു കേസല്ല ഇത്. അദ്ദേഹം ഏത് നേതാവിനെ കണ്ടു എന്നുള്ളതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പരിശോധിക്കണം. മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലും സർക്കാരിലുള്ള ആശയക്കുഴപ്പം വ്യക്തമാണ്. കൂടിക്കാഴ്ച സാധാരണ രീതിയെന്ന KN ബാലഗോപാൽ. പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുമെന്ന് PM മുഹമ്മദ് റിയാസും പറഞ്ഞു. നിലപാടെടുക്കാൻ CPIM പ്രയാസപ്പെടുമ്പോൾ കൂടിക്കാഴ്ച വിവാദത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷം. രാംമാധവനെ കാണാൻ പോയപ്പോ ADGP കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം. കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി ഇനിയും പ്രതികരിച്ചിട്ടില്ല. വിവാദം കൂടുതൽ മുറുകുമ്പോൾ സർക്കാർ നീക്കം എന്തെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ദത്താത്രേയ ഹൊസബാളയെയും രാം മാധവനെയും MR അജിത് കുമാർ കണ്ടത് 10 ദിവസത്തെ ഇടവേളയിലാണ്. രാമാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് വിവരം. ADGPയുടെ കൂടിക്കാഴ്ചകൾ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, ആരാണ് ആ ബിസിനസ് പ്രമുഖർ എന്നതിലും വലിയ ആശയക്കുഴപ്പങ്ങളും ഒപ്പം തന്നെ പല അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട്. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയെ ADGP MR അജിത് കുമാർ കണ്ടത് 2023 മെയ് 22-ന്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-ന്. അതായത് ദത്താത്രേയ ഹൊസബാളയെ കണ്ട് 10 ദിവസത്തിന് ശേഷം. ബിസിനസ് സുഹൃത്തുക്കൾ അടക്കമുള്ളവർ റാം മാധവുമായുള്ള 10 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ബിസിനസ് സുഹൃത്തുക്കളിലൊരാൾ കണ്ണൂർ സ്വദേശിയെന്നാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. DGP നേരിട്ടാവും അന്വേഷണം നടത്തുക. PV അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണത്തെക്കാൾ മുൻപ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കും. സ്വകാര്യ സന്ദർശനമെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. വീഴ്ച കണ്ടെത്തിയാൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തേക്കും. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് റാം മാധവ് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് RSS വിശദീകരിക്കുമെന്ന് BJP നേതാവ് V മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനും V മുരളീധരന്റെ വിമർശനം. സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006-ൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ? ശബരിമലയിൽ ADGP MR അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറിയെന്നും പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുവെന്നും പറയുന്നു. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അസുഖകരമായി പെരുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയൊരു ചെറിയ ഇടവേളയാണ്. അതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർ കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട്, പല അഭിപ്രായങ്ങൾ. അതായത് ഒന്നത് ഈ പറയുന്നത് പോലെ നിലവിലുള്ള വിവാദങ്ങളെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലേ പ്രവിത? അതെ, അതിലിപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് സെലക്ട് ചെയ്തതിന് നന്ദി എന്ന് പറയുന്നുണ്ട് കുറച്ച് പ്രേക്ഷകർ. അപ്പം വിജയ് എന്നുള്ള പേരിൽ 2 പേരുണ്ട്. അപ്പം അതിലൊരു എന്താ അടിപിടി നടക്കുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. അജിത് NP പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. തൃപ്പൂണിത്തുറ
വൈക്കം റൂട്ടിലെ ദുസ്സഹമായ യാത്രയാണ്, ഒരു രക്ഷയില്ല, നിങ്ങളത് വാർത്തയാക്കണം. ദിവസവും രാവിലെ ഒരു 8:30 കഴിഞ്ഞാൽ വണ്ടികളൊന്നും അനങ്ങില്ല, ഒട്ടും പറ്റാതെ ആയേക്കുകയാണ് നിലവിലെ സ്ഥിതി എന്ന് അജിത് MP പറയുന്നു. ആ ഭാഗത്ത് ആ രീതിയിൽ വലിയ പ്രശ്നമാണെന്നാണ് ആ നാട്ടുകാരനായ അജിത് MP സൂചിപ്പിക്കുന്നത്. ശ്രുതി ഭരത്, പ്രജൻ ബ്രോ, പ്രവിത, ഹവയു, നമ്മൾ ഫൈൻ, സൂപ്പറായി പാടുന്നു, ഓൾ ദി ബെസ്റ്റ് എന്ന് രംഷി പറയുന്നുണ്ട്. താങ്ക് യു രംഷി. പിന്നെ ജെറിൻ പറയുന്നു, പ്രജന്റ് പ്രവിത 24 ന്യൂസ് പേപ്പർ ഇറക്കിയാൽ കൊള്ളാമായിരുന്നു, ഇനി അതും കൂടി വേണോ? സൂപ്പർ മക്കളെ അടിപൊളി എന്ന് മിനി ബാബു പറയുന്നുണ്ട്. അപ്പം മറ്റൊരു കമൻറ്റ് ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പോയി. അപ്പം റീന സതീശൻ പറയുന്നു, പ്രവി നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എന്തൊക്കെ സെഗ്മെന്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴെല്ലാം പോയി, ഒരു വീഡിയോ കോൾ മാത്രമാണുള്ളതെന്ന് പറയുന്നു. അതിന് കാരണം റീന ചേച്ചി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഓണമായതുകൊണ്ട് കൂടുതൽ അഡ്വർടൈസ്മെന്റ് കൂടുതലാണ്, അത് സമ്മതിക്കുന്നു അക്കാര്യത്തിൽ. അപ്പം അങ്ങനെ ഒരുപാട് എണ്ണം കൂടി, പരസ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് തൽക്കാലം ഈ സീസൺ കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ഓണത്തിന്റെ ആ ഒരു സമയം കഴിയുന്നത് വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് തിരികെ ഒരു 16-17 വരെ അധികം ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം മറ്റെല്ലാ ബുള്ളറ്റിനുകളും ഈ പറയുന്നത് പോലെ പരസ്യങ്ങളുടെ ഇടവേളയും ദൈർഘ്യമൊക്കെ കൂടിയിട്ടുണ്ടെന്ന കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. സുരേഷ് കുമാർ പറഞ്ഞു, മലയാളിയെ പാട്ടുകൊണ്ട് കീഴടക്കിയ ചേട്ടാ പ്രവിത പ്രജൻ അഭിനന്ദനങ്ങൾ. ചങ്ക് തകർക്കരുതെന്നല്ലേ? പ്രവിത പ്രജൻ എന്നാണ് എഴുതേണ്ടത്, സ്ത്രീയെ മുൻപിൽ നിർത്താൻ 24 മറന്നോ? അങ്ങനൊന്നുമില്ല, ആരുടെയെങ്കിലും ഒരു പേര് പറയേണ്ടേ ആദ്യം, അതുകൊണ്ടാണ്. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ, എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ കമന്റ്സിലേക്കും വിശേഷങ്ങളൊക്കെ വരാൻ മുമ്പ് കുറച്ചുകൂടി റിപ്പോർട്ടുകളുണ്ട്, പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. MR അജിത് കുമാർ ADGP സ്ഥാനത്ത് തുടരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി PV അൻവർ MLA രംഗത്ത് വന്നു. ഈ കാരണങ്ങളെല്ലാം, ഈ വിവാദങ്ങളൊക്കെല്ലാം തുടക്കം കുറിച്ചത് PV അൻവർ MLA ആണെന്ന് നമുക്കറിയാം. ആ വെളിപ്പെടുത്തലുകൾ, അതിലിപ്പോഴാണ് ഈ രീതിയിലൊരു അതൃപ്തി അദ്ദേഹം വ്യക്തമാക്കുന്നത്. MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് PV അൻവർ ആവശ്യപ്പെടുന്നു. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPIM ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാർ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ADGP MR അജിത് കുമാറും SP സുജിത് ദാസും അടങ്ങുന്ന സംഘത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. രാഷ്ട്രീയമായ അട്ടിമറിക്ക് സംഘം കൂട്ടുനിന്നു. ATSന്റെ മറവിൽ വ്യാപകമായി ഫോൺ ചോർത്തി തുടങ്ങിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി ഇപ്പോഴത്തെ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് പരിശോധിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തി കേസുകൾ അന്വേഷിക്കുന്നത് PV അൻവറിനെ കുരുക്കാനാണ്. എന്നെ ഇല്ലായ്മ ചെയ്താലും വസ്തുതകൾ നിലനിൽക്കും, ഇനിയെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ അൻവർ പൊളിറ്റിക്കൽ ചോദ്യത്തിന് ഉത്തരമില്ലെന്നറിയിച്ച് ഒഴിഞ്ഞുമാറി. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഒരട്ടിമറിയും നടക്കില്ല, DGP ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ADGPയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് 2 ദിവസത്തിനകം അൻവർ രേഖാമൂലം പരാതി നൽകും. നേരത്തെ അജിത് കുമാറിനെ തൽസ്ഥാനത്തു നിന്നും മാറ്റാതെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. നിലവിലെ സമ്മർദ്ദത്തെ തുടർന്ന് ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതും. 24 മലപ്പുറം. നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതിലേക്കാണ്. 5-ാം ദിവസവും പൂർണ്ണമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. ജലവിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചുവെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിരുന്നില്ല. നാളെയോടെ എല്ലായിടത്തും വെള്ളം എത്തിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഉറപ്പ്. വിഷയത്തിൽ വ്യാഴാഴ്ച അടിയന്തര യോഗം വിളിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ എന്താണ് പറയുക, 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ അറ്റകുറ്റപ്പണി അത് 4 ദിവസമാവുന്നു. ഇപ്പോൾ 5-ാം ദിവസവും പൂർണ്ണമായും വെള്ളം എത്താത്തത് അത് വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിലുള്ളവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അടിയന്തരമായി ലഭിക്കേണ്ട വെള്ളം, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ബദൽ മാർഗം ഒരുക്കി വെള്ളം എത്തിക്കുക, അതിൽ പോലും പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ജനപ്രതിനിധികൾ പറയുന്നു ഇത് ഉദ്യോഗസ്ഥലത്തുള്ള വീഴ്ചയാണെന്ന്. ഉദ്യോഗസ്ഥർ പറയുന്നു നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരാണിതിൽ യഥാർത്ഥ ഉത്തരവാദി എന്നുള്ളത് ഇനി ആരാണ് പറയുക? അതാണ് കുടിവെള്ളം മുട്ടിയത് തിരുവനന്തപുരം. അതെ, പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി
പമ്പിംഗ് തുടങ്ങിയത്. പുലർച്ചെയോടെ ആറ്റുകാൽ ഐരാണിമുട്ടം വാർഡുകളിൽ വെള്ളമെത്തി. തുടർന്ന് ഐരാണിമുട്ടം ടാങ്കിൽ നിന്നും പമ്പിംഗ് തുടങ്ങി. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ 5-ാം ദിനവും വെള്ളമില്ലാതെ വലഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ഈ സ്ഥലത്താണ്. ഇവിടെയും ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. വട്ടിയൂർക്കാവ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. വെള്ളം ബാഗിൽ എടുത്തിട്ട് വരികയാണ്. ഞാൻ വേണേൽ കാണിച്ചത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ വരികയാണ്. ചുമന്നു അതാണ് കിറച്ച് നിൽക്കുന്നത്. കണ്ട ഇതിൽ മിനറൽ വാട്ടർ വാങ്ങിച്ച വെള്ളമല്ല, അതുകൊണ്ട് കണ്ടല്ലോ കുടിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി എല്ലാത്തിനും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവ് ഒരു കിടപ്പ് രോഗി. അത് കിടന്ന് മൂത്രമൊഴിച്ച് വീട്ടിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാമെന്ന് വർത്തി. ഇന്ന് 5 ദിവസം കൊണ്ട് ഒരുവിധം പറ്റുന്നിടത്തോളം വെള്ളം നിന്ന് ആ ടാങ്കിലെ വെള്ളം തീർന്നാലേ പിന്നെ എന്താ ചെയ്യുക? എല്ലാ വീടുകളിലും കുഞ്ഞുകുട്ടികളടക്കമുള്ള എല്ലാവരും ഉള്ളതാണ്. ഞങ്ങളൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. ആകെ ഈ ഭാഗത്ത് ഒരു കിണറുള്ള വീടാണുള്ളത്. അവരിൽ നിന്ന് ഞങ്ങൾ എത്രയെന്ന് പറഞ്ഞു വെള്ളം എടുക്കും. ജലവിതരണം ശരിയാകാത്ത വട്ടിയൂർക്കാവ്, നെട്ടയം, മുടവൻമുകൾ, PTP നഗർ തുടങ്ങിയ മേഖലകളിൽ നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് പ്രശ്നം പരിഹരിച്ചു. രാത്രിയോടെ എല്ലായിടത്തും പമ്പിംഗ് പൂർവ്വസ്ഥിതിയിലാകുമെന്നും നാളെയോടെ സമ്പൂർണ്ണമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുമാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത്. 24 തിരുവനന്തപുരം. യെസ്, അപ്പം എന്തായാലും ആ കുടിവെള്ള പ്രശ്നം അത് ഈ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ അത് എവിടെയായാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ നഗരത്തിൽ പെട്ടെന്ന് അത് പരിഹരിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മുന്നറിയിപ്പുണ്ടായത് 2 ദിവസത്തേക്ക് മാത്രമാണ്. പക്ഷേ അതിപ്പോൾ 5-ാം ദിവസത്തിൽ നിൽക്കുന്നു. പലർക്കും ഇപ്പോഴും കാര്യമായി വെള്ളം എത്തിയിട്ടില്ല. വലിയ ദുരിതം തന്നെയാണ്. ഇതാ ബിൻസി പറയുന്നത് രാത്രി കൊണ്ടാവാനാണ് ചാൻസ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. ഓമന കെ എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ടൊരു കാര്യം. പ്രവിതാ ലക്ഷ്മിക്ക് സീരിയൽ അഭിനയിച്ചുകൂടെ? പ്രവിതാലക്ഷ്മി അഭിനയിക്കുന്നുണ്ട് അടുത്ത് തന്നെ. അല്ല, അങ്ങനെ പറയുന്നതായിരുന്നു. സീരിയൽ അവർ സിനിമയിൽ നോക്കിക്കൂടെ എന്ന് ചോദിക്കും. ഡെയിലി ക്വിസ് എവിടെയെന്ന് ചോദിക്കുന്നു തോമസ് ജോർജ്. ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു നമ്മൾ ഹായ് പുള്ളി ഒരുപാട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വായിച്ചില്ല എന്നൊരു പരാതി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നോക്കിയിട്ട് എനിക്ക് ആ കമൻറ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മളങ്ങനെ മനഃപൂർവ്വം ആരുടെയും കമൻറ്റ് വായിക്കാണ്ടിരിക്കുന്നതല്ല. ചിലപ്പോൾ ഒരുപാട് കമൻസ് വരുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ. നന്ദു ഭാർഗവ് തങ്കം എന്നൊരു ID നിന്നാണ് ഈ കമൻറ്റ്. പഴയ ആ സന്തോഷമില്ല ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ എന്ന് പറയുന്നു. അയ്യോ, അതെന്ത് പറ്റി? വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് അടിമുടി മാറ്റം വരുത്തി. ഗുഡ് നൈറ്റ് ന്യൂസായി മാത്രം കാണിച്ചാൽ പോരായിരുന്നില്ല, ഇങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിക്കുകയാണ് നന്ദു ഭാർഗവ് തങ്കം. മിനി ബാബു ചേച്ചി, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. പ്രജൻ പ്രവിത, നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല, ഒരുപാട് ഇഷ്ടമാണ്. ഇന്നലെ പ്രജൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടെന്ന്. വെറുതെ ആണെങ്കിലും അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. വിജയ് മാസ്റ്റർ ഒരു പാട്ട് പറയുന്നുണ്ട്. ഈ പാട്ടാണത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മുവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരിപ്പൊൻ തരിയായി നീ ഹൃദയം നീറുന്നു. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം ആരാരിരോ. മുവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ എന്ന് തോന്നുന്നു. കൊള്ളാം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് പുതിയ പ്രേക്ഷകരൊക്കെ വരുന്നുണ്ട് കമൻസുമായി. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ നമ്മൾ അതിൽ മാറ്റം വരുത്താൻ തന്നെ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നാളുകളായി വാർത്തകളിൽ എംപോക്സ് അതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് എംപോക്സ് എന്ന് ഇത് നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സ എങ്ങനെ എന്നൊക്കെ നോക്കാം എക്സ്പ്ലെയിനറിലേക്ക്. 1958 ഡെൻമാർക്കിൽ പരീക്ഷണങ്ങൾക്കായുള്ള കുരങ്ങുകളിലാണ് മങ്കി പോക്സ് ആദ്യമായി കണ്ടെത്തിയത്. 1970 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയിലാണ് ആദ്യമായി രോഗം മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വസൂരിക്ക് കാരണമാകുന്ന ഓർത്തോപോക്സ് വൈറസ് ജനസിൽപ്പെട്ടതാണ് മങ്കി പോക്സ് വൈറസ്. ക്ലേഡ് 1, ക്ലേഡ് 2 എന്നിങ്ങനെ 2 വകഭേദങ്ങളാണ് ഈ വൈറസിനുള്ളത്. വൈറസ് ബാധയുണ്ടായാൽ 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും. കടുത്ത പനി, പേശീവേദന, ലിംഫ് നോഡുകളിലെ വീക്കം, തലവേദന, ത്വക്കിൽ പഴുപ്പും ചൊറിച്ചിലും വേദനയുമുള്ള കുമിളകൾ,
തടിപ്പുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. അണുബാധിതരായവരുമായോ രോഗം ബാധിച്ച മൃഗങ്ങളുമായോ ഉള്ള ശാരീരിക സമ്പർക്കത്തിലൂടെ ഈ രോഗം പകരാം. കുരങ്ങ് മാത്രമല്ല, എലി, അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും. വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സയില്ല എന്നോർക്കുക. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുക, രോഗം മൂലമുള്ള സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക എന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. എംപോക്സ് ലക്ഷണങ്ങൾ ഉള്ളയാളെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും നിരീക്ഷണത്തിൽ വയ്ക്കുകയും വേണം. എംപോക്സ് ബാധിതനാണെങ്കിൽ വ്രണങ്ങളും തടിപ്പുകളും പൂർണ്ണമായും ഇല്ലാതാകും വരെ മറ്റുള്ളവരിൽ നിന്നും അകൽച്ച പാലിക്കണം. രോഗം ഭേദമാകാൻ 2 മുതൽ 4 ആഴ്ച വരെ സമയമെടുത്തേക്കും. എംപോക്സിനെതിരെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള വാക്സിനുകളുണ്ട്. MVABN, LC16, ACAM 2000 എന്നീ 3 വാക്സിനുകളാണ് എംപോക്സിനെതിരെ WHO ശുപാർശ ചെയ്യുന്നത്. എംപോക്സ് ഉള്ള ആളുമായി സമ്പർക്കം പുലർത്തിയാൽ 4 ദിവസത്തിനുള്ളിൽ വാക്സിൻ നൽകണം. 2022 ക്ലേഡ് 2B വൈറസ് വകഭേദമാണ് രോഗവ്യാപനത്തിന് കാരണമായതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാപനശേഷിയുള്ള ക്ലേഡ് 1B വകഭേദമാണ് വ്യാപിക്കുന്നത്. ഇപ്പോഴത്തെ വകഭേദത്തിന് മരണസാധ്യത പഴയ വകഭേദത്തിനേക്കാൾ 10% കൂടുതലുമാണ്. അപ്പോൾ എന്താണ് എംപോക്സ് എന്ന കാര്യം പ്രേക്ഷകർക്ക് പിടികിട്ടി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ജാഗ്രത നല്ലതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രാലയം പറയുന്നുണ്ടെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളൊരു ആരോഗ്യ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്കൊരു കോളറിലേക്ക് പോകാം. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്നാണ് ദായക്. പേരാണ്. ഹലോ ദായക്. ഹലോ. ദായക്, അടിപൊളി പേരാണല്ലോ ദായക്. ആരാ ദായക് ഈ പേരിട്ടത്? എന്റെ അച്ഛനും അമ്മയും കൂടിയാണ്. ദായക്കിന്റെ അർത്ഥം അറിയോ? എന്റെ അച്ഛന്റെ പേര് ഇൻഡിപെൻഡൻസ് ആണ്. ഏത് ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്? ഗ്രേഡ് 2G. ഗ്രേഡ് 2G. ജി വരെയാണോ അവിടെ ഡിവിഷൻ ഉള്ളത്? അല്ല, അതിനോട്ട് മേലെയുണ്ട്. ഏത് സ്കൂളാ ദുബായില്? ദുബായില് GMS എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാ. അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്ന് ക്ലാസ്സിനൊക്കെ പോയില്ലേ? അല്ല, വെക്കേഷൻ ആണ് ഇപ്പൊ. പോയി ക്ലാസ്സിന് പോയി. ഓക്കെ. നാട്ടിലെവിടെയാ ദായക്? നാട്ടില് കേരളയില്. കേരളത്തിലെവിടെയാ? തലശ്ശേരി. കണ്ണൂരുകാരനാണ്. ദായകിനെ എന്താണ് വീട്ടിൽ നിന്ന് വിളിക്കുക? അമ്മയച്ഛൻ എന്താ വിളിക്കുന്നത്? ദായു എന്നാണ് വിളിക്കുന്നത്. ദായു. അപ്പൊ ദായു നല്ല പാട്ട് പാടുന്നു പറഞ്ഞല്ലോ. ദായുവിന്റെ ക്ലാസ്മേറ്റ് ഗ്രേഡ് 2Gയിലെ അല്ലേ? പാട്ട് പാടില്ലേ? ആ പേരറിയാം. എന്താ? അത് പാട്ട് പാടിയിട്ട് പറയാം. പാട്ട് പാടാമോ? അന്ന് പെട്ടെന്ന് പാടി. മാനത്തെ മാനിക്കോരുമ്പേ പൊന്നേ ചാരത്തെ നൂവ് താരാട്ടിൽ നീ ഒരുങ്ങാറ ഓ വവാവം പാടിയൊരുങ്ങാ നമ്മേൽ പൊന്നേ ചാരത്തെ നൂവ് താരാട്ടിൽ നീ ഒരുങ്ങാറ മാമൂട്ട് ചെല്ലപ്പുള്ള നെഞ്ചോരം മാറി തേവി ഉള്ളുകറിഞ്ഞ് ചെല്ലപ്പുള്ള്. അടിപൊളി അടിപൊളി. എന്ത് രസമായിട്ടാ പാടുന്ന. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ദായു ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ വീട്ടില്? അച്ഛനും അമ്മയും ഉണ്ട്, ആന്റിയും അങ്കിളും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ പരിപാടി കാണാറുണ്ടോ? ദായു സ്ഥിരമായിട്ട് ഈ പരിപാടി കാണാറുണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ദായു? അല്ല, എല്ലാ ദിവസവും മുടങ്ങാതെ കാണണം കേട്ടോ. ഇനി നാട്ടിൽ വരുമ്പോ കാണും വേണം തലശ്ശേരി വെച്ചിട്ട്. അപ്പൊ അച്ഛനോടും അമ്മയോടൊക്കെ അന്വേഷണം പറയണം കേട്ടോ, ആന്റിയോടും അങ്കിളിനോടും ഒക്കെ. അപ്പൊ നാട്ടില് ആരൊക്കെയാ ഉള്ളത് വീട്ടിൽ? തലശ്ശേരിത്തെ വീട്ടില് ഇപ്പൊ? തലശ്ശേരിത്തെ വീട്ടിൽ എനിക്ക് 2 ഫാമിലി ഉണ്ട്. ആദ്യത്തെ ഫാമിലിയിൽ അച്ചാച്ചനുണ്ട്, അച്ഛമ്മയുണ്ട്, മൂത്തയുണ്ട്, മൂത്തച്ഛനും ഉണ്ട്, ഏട്ടനും ഉണ്ട്. അവരൊക്കെ ഇപ്പൊ കാണണ്ടോ എന്തായനെ? അപ്പൊ അവരോട് ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, നമ്മൾ കൺവേ കേട്ടോ. വിളിച്ചതിൽ ഒത്തിരി താങ്ക്സ് കേട്ടോ.
നന്നായിട്ട് പഠിക്കുക, നാളെ സ്കൂളിൽ പോകണ്ടേ, ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങിക്കോ. ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ പഠിത്തത്തിനൊപ്പം പാട്ടും കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ദായക്കാണ് ദുബായിൽ നിന്ന് നമ്മളെ വിളിച്ചത്. എന്തായാലും ഒരു കുട്ടി പ്രേക്ഷകന്റെ അഭിപ്രായം അറിയാൻ പറ്റിയത്, സംസാരിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് സീരിയസ് ആയത് മറ്റൊരു വാർത്തയിലേക്കാണ്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പലരും ചോദിക്കുന്നുണ്ട് മണിപ്പൂരിലെ വിഷയം നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. അപ്പം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കലാപബാധിതമായ മണിപ്പൂരിൽ രാജ്ഭവന് മുന്നിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ വൻ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ രാജ്ഭവന് നേരെ കല്ലെറിയുന്ന സാഹചര്യം വരെ ഇന്നുണ്ടായി. CRPFന്റെ വാഹനം ആക്രമിച്ചു. ഇംഫാൽ വെസ്റ്റിലെ കൗത്രക്കിൽ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി. മണിപ്പൂരിലെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും DGPയെയും മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെ ദേശീയ പതാക അഴിച്ചുമാറ്റി മറ്റൊരു പതാക സ്ഥാപിച്ചു. രാജ്ഭവന് നേരെ കല്ലെറിഞ്ഞു. CRPFന്റെ വാഹനം ആക്രമിക്കുകയും ചെയ്തു. സ്ഥിതി ശാന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് സുരക്ഷാ സേന. അതിനിടെ ഇംഫാൽ വെസ്റ്റിലെ കൗത്രക്കിൽ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും കത്തിനശിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇംഫാൽ വെസ്റ്റിലെ സെക്മയിൽ വിമുക്ത ഭടനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അബദ്ധത്തിൽ ബഫർ സോൺ കടന്നയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സൂചന. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മണിപ്പൂർ സർക്കാർ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നിസ്സംഗത പൊറുക്കാൻ കഴിയില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നതിന് മുമ്പ് പ്രവിത, ഈ മൗഗ്ലി കണ്ടിട്ടുണ്ടോ? പിന്നെ പ്രേക്ഷകരിൽ എത്ര പേര് മൗഗ്ലി കണ്ടിട്ടുണ്ട്? നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലാണ് മൗഗ്ലി ഹിറ്റായി നിൽക്കുന്ന സമയം. അന്ന് ദൂരദർശനിലൊക്കെയാണ് മൗഗ്ലി ഉണ്ടായത്. അപ്പൊ അത് കാണാൻ എപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അത്രത്തോളം കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. മൗഗ്ലിയെ ശരിക്കും മൗഗ്ലിയുടെ കഥ, മൗഗ്ലിയെ കാട്ടിലെടുത്ത് വളർത്തുന്നത് ചെന്നായക്കൂട്ടമാണ് അല്ലേ? അപ്പൊ ചെന്നായകൾ മനുഷ്യരോട് അങ്ങനെ ഇണങ്ങുന്ന മൃഗങ്ങളാണോ എന്നൊരു ചോദ്യം ഉണ്ട്. ആ കഥയിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലെയിനറിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് ചെന്നായ ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. വന്യമൃഗങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ചെന്നായ്ക്കൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നത് വിരളമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇത് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ചെന്നായ്ക്കളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഇരപിടിക്കൽ രീതിയെക്കുറിച്ചും നമുക്കിനി അറിയാം. 24 എക്സ്പ്ലെയിനറുമായി ഗൂഗിൾ രവി എത്തുന്നു. കാട്ടിലെ ഏറ്റവും വലിയ മാംസഭുക്കുകളിലൊന്ന്. ഇവയെ വേട്ടയാടാൻ മറ്റ് വന്യമൃഗങ്ങളില്ലാത്തതിനാൽ കാട്ടിലെ യഥാർത്ഥ രാജാക്കന്മാർ ചെന്നായ്ക്കളാണെന്ന് പറയാം. വൈവിധ്യമാർന്ന കാലാവസ്ഥയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ചെന്നായ്ക്കൾ മഞ്ഞു നിറഞ്ഞ മേഖലകളിലും മഴക്കാടുകളിലും മരുഭൂമികളിലും ഒരുപോലെ കാണപ്പെടുന്നു. എന്നാൽ ഇനങ്ങൾ വേറെയായിരിക്കും. കാനഡ, റഷ്യ, ഖസാക്കിസ്ഥാൻ, മംഗോളിയ, അമേരിക്ക എന്നിവിടങ്ങളിലായാണ് ചെന്നായ്ക്കൾ കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 2 തരം ചെന്നായ്ക്കളെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഇന്ത്യൻ ഗ്രേ വൂൾഫ്, ടിബറ്റൻ ചെന്നായ എന്നറിയപ്പെടുന്ന ഹിമാലയൻ ചെന്നായി. മണിക്കൂറിൽ 64 കിലോമീറ്റർ വേഗത്തിലോടാൻ ഇവയ്ക്ക് സാധിക്കും. സാധാരണയായി കൂട്ടത്തോടെ അധിവസിക്കുന്ന ചെന്നായ്ക്കൾ മറ്റൊരു കൂട്ടത്തിന്റെ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറാറില്ല. ഇനി അങ്ങനെ കയറിയാൽ തന്നെ ഇവ തമ്മിൽ രൂക്ഷമായ പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായാണ് ഇന്ത്യൻ ചെന്നായ്ക്കൾ വ്യാപകമായി കാണപ്പെടുന്നത്. പുൽമേടുകൾ, മുൾക്കാടുകൾ, ചെറുവനങ്ങൾ എന്നിവിടങ്ങളാണ് ഇന്ത്യൻ ചെന്നായ്ക്കളുടെ താവളം. ഹിമാലയൻ ചെന്നായ്ക്കളാകട്ടെ ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ പർവ്വത നിരകളിലാണ് കാണപ്പെടുന്നത്. വനനശീകരണത്താൽ ഇരകളുടെ ക്ഷാമം നേരിടുന്നതാണ് ചെന്നായ്ക്കൾ നാട്ടിലേക്കിറങ്ങി മനുഷ്യരെ ആക്രമിക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. എന്തായാലും ചെന്നായ്ക്കൾ മനുഷ്യരുമായി അങ്ങനെ ഇണങ്ങുന്ന ജീവികളല്ല എന്നാണ് ഇതൊക്കെ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യരെ ആക്രമിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. മൗഗ്ലി, ജംഗിൾ ബുക്കും ഇതൊക്കെ കഥകൾ മാത്രമാണ് എന്ന് നമുക്കറിയാം. ഇനി അങ്ങനെ വളരെ റെയറായിട്ട് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ലോകത്തിൽ അങ്ങനെ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ അല്ലേ? വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. അങ്ങനെ നമ്മളുടെ പ്രോഗ്രാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അല്പം സന്തോഷം പകരുന്ന ഒരു വാർത്തയിലേക്ക് കടക്കാം. എല്ലാ ഫുട്ബോൾ പ്രേക്ഷകർക്കും, ഫുട്ബോൾ ആരാധകർക്കും നല്ല ആവേശം ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്, റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വീണ്ടും ഒരു ISL കാലം വരികയാണ്. അപ്പോൾ ISL മത്സരങ്ങൾക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊച്ചിയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത. മഞ്ഞപ്പട നമുക്കറിയാവുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ ഒരു കൂട്ടായ്മയാണ് മഞ്ഞപ്പട. അവരുടെ നേതൃത്വത്തിൽ വമ്പൻ സ്വീകരണമാണ് ഇന്ന് എയർപോർട്ടിൽ ഒരുക്കിയത്. ടീമിലെ പുതിയ മാറ്റങ്ങൾ ഏറെ ഗുണം ചെയ്യുമെന്ന് മലയാളി താരം സച്ചിൻ സുരേഷ് 24നോട് പറഞ്ഞു.
പ്രതീക്ഷകൾ വാനോളം. 3 തവണ തലനാരിഴയ്ക്ക് നഷ്ടമായ കിരീടം ഇക്കുറി കേരളത്തിൽ ഉറപ്പിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വരവ്. പ്രീ സീസൺ മത്സരങ്ങളിൽ ശരാശരി പ്രകടനമായിരുന്നു ടീം നടത്തിയത്. എന്നാൽ സീസണിലെ ആദ്യ മത്സരം മുതൽ ലീഗിൽ ആധിപത്യമുറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ മലയാളി താരവും ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറുമായ സച്ചിൻ സുരേഷ് പറഞ്ഞു. കപ്പെടുത്ത് ഇത്തവണ കലിപ്പടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. കപ്പ് അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കപ്പും കൊണ്ടേ ഞങ്ങൾ പോവുള്ളൂ ഇത്തവണ. പുതിയ കോച്ച്, പുതിയ സിസ്റ്റം ഒക്കെ ഉണ്ടാകും. അപ്പം കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ് ലോകത്തെല്ലായിടത്തും. അപ്പം മാറ്റങ്ങൾ സംഭവിക്കട്ടെ, പുതിയ പ്രതീക്ഷകളാകട്ടെ, പുതിയ സീസൺ തുറക്കാമാകട്ടെ, ജയിക്കട്ടെ. പുതിയ കോച്ചാണ്, പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു സീസണിന് വേണ്ടി പ്രത്യാശിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ള ആഗ്രഹത്തിൽ തന്നെ എല്ലാവരും. മിക്കൽ സ്റ്റാറയാണ് പുതിയ പരിശീലകൻ. തിരുവോണ ദിനത്തിൽ പഞ്ചാബ് FC-യുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച്. 24 കൊച്ചി. മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിലെ ആദ്യ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിന് മിന്നും ജയം. 1-2 ഗോളിനാണ് തൃശൂർ മാജിക് FC-യെ പരാജയപ്പെടുത്തിയത്. കണ്ണൂർ വാരിയേഴ്സിന്റെ സഹ ഉടമ ആസിഫ് അലിയുടെ സാന്നിധ്യം ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഫുട്ബോളിന്റെ ഈറ്റില്ലമായ മലപ്പുറത്ത് പയ്യനാടിന്റെ മണ്ണിൽ ഇതാ സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FC-യും തമ്മിലായിരുന്നു മത്സരം. അതിൽ 2 കണ്ണൂർ വാരിയേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. അതിന്റെ ആവേശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് സദസ്സിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള മത്സരമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. ആവേശത്തിന് ഒട്ടും തന്നെ കുറവില്ലാത്ത മത്സരമാണ് കാഴ്ചവെച്ചത്. അതിന്റെ ആൾക്കാരെക്കാൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? മത്സരം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാഫില് വലിയ കളിയൊന്നും കളിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ വലിയ കളിയൊന്നും കണ്ണൂർ കളിച്ചില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് ഹാഫിലാണല്ലോ തൃശ്ശൂർ ആദ്യത്തെ ഗോൾ ഇട്ടത്. നല്ല ഫാൻസ് ഇളകി. അപ്പൊ ഞങ്ങളൊന്ന് പതറിപ്പോയി, സമ്മതിച്ചു. പക്ഷെ അവന്മാർ 2 തിരിച്ചടിച്ചിട്ട് സെക്കൻഡ് ഹാഫിലെ കളി മുഴുവനായിട്ടും കണ്ണൂരിന്റെ കയ്യിലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വലിയ ഇതൊക്കെ നമ്മുടെ പ്ലേയേഴ്സ് തന്നെ, നമുക്ക് അറിയുന്ന പ്ലേയേഴ്സ്. കണ്ണൂര് കപ്പെടുത്തു. പിന്നെ ഉറപ്പല്ലേ കണ്ണൂര് കപ്പടിക്കൂ, അത് ഉറപ്പല്ലേ. ആസിഫ് അലി വന്നു. അതേപോലെ ഫൈനൽ കളിക്കുകയും ചെയ്യും. അതേപോലെ കണ്ണൂർ ഫൈനൽ കളിക്കുകയും ചെയ്യും, കപ്പ് അടിക്കും. പിന്നെ രണ്ടാമത്തെ പകുതിയിലെ ആദ്യ ഗോൾ ഡേവിഡിന്റെ ഒരു ഗംഭീര ഗോളായിരുന്നു. കാണുന്നത് പോലെ തന്നെ വലിയ ആവേശത്തിലാണ് മലപ്പുറം ഉള്ളത്. സൂപ്പർ ലീഗിന്റെ മത്സരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മലപ്പുറത്തിന്റെ അടക്കം കളിയുണ്ട്. അന്ന് സ്റ്റേഡിയം ഇളകി മറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇന്നത്തെ കളിയിൽ കണ്ണൂർ വാരിയേഴ്സ് വിജയിച്ചിരിക്കുന്നു. ഇവിടെ അതിന്റെ അംബാസഡറായിട്ടുള്ള ആസിഫ് അലി നേരിട്ടെത്തുകയും ഈ സദസ്സിലേക്ക് അദ്ദേഹം വരികയൊക്കെ ചെയ്തു. അതിന്റെ ഒരു ത്രില്ലിലും ആവേശത്തിലും തന്നെയാണ് പയ്യനാട് സ്റ്റേഡിയം ഉള്ളത്. അർഷാഖിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. യെസ്, അപ്പോൾ പയ്യനാടുമുണ്ട് ഫുട്ബോൾ ആവേശം. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിപിന്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ ഷോ വൈൻഡപ്പിനുള്ള സമയമായിക്കാണ്. ശ്യാം തെക്കതിൽ പറയുന്നു യുറാനസ് കൂടി ഉണ്ട് ക്ലോക്ക് വൈസ് കറങ്ങുന്ന ഗ്രഹം സൗരയൂഥത്തിൽ. ശ്യാമിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റത്തില്ല. 98 ഡിഗ്രി ആക്സിലാണ് യുറാനസ് കറങ്ങുന്നത്. നോർത്ത് പോളിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് ആണെന്ന് തോന്നുമെങ്കിലും അതർ പോളിൽ പോയി കഴിഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. കൂടുതൽ സയൻറ്റിഫിക് ആണ്, കൂടുതൽ സാങ്കേതികമാണ്, സങ്കീർണമാണ് അതിൻ്റെ തിയറി. അതുകൊണ്ടാണ് പൂർണ്ണമായി ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന ശുക്രനെ ആ രീതിയിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രേക്ഷകരുടെ കമൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞതെന്നുള്ളത് പറഞ്ഞില്ല എന്ന് പറയുന്നല്ലേ. അത് ആദ്യം ഉത്തരം പറഞ്ഞയാളുടെ പേര് ധ്യാൻ എന്നാണ്. ധ്യാൻ 2.0 എന്ന് പറയുന്ന പ്രേക്ഷകരാണ് ആദ്യം ശുക്രൻ എന്ന് പറയുന്ന ശരി ഉത്തരം അയച്ചത്. അപ്പോൾ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് ധ്യാനാണ്. സമ്മാനമുണ്ടോ എന്ന് ചോദിക്കേണ്ട, നിലവിൽ സമ്മാനമില്ല. നമുക്ക് നോക്കാം അത് ഭാവിയിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമ്മൾ എത്തും. അപ്പോൾ അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. നന്നായി ഉറങ്ങുക. ശുഭരാത്രി.